തഥൈവോപപുരാണാനി ശൃണ്വന്തു ഋഷിസത്തമ. ഇനി ഉപപുരാണങ്ങളെപ്പറ്റി പറയും. അപ്പോൾ പുരാണങ്ങളെ കഴിഞ്ഞുള്ളൂ. ഇനി അതാ വരുന്നു വേറൊരു പട. തഥൈവോപപുരാണാനി ശൃണ്വന്തു ഋഷിസത്തമ. സനൽകുമാരം പ്രഥമം നാരസിംഹം തതഃപരം നാരദീയം ശിവം ചൈവ ദൗർവാസസമനുത്തമം കാപിലം മാനവം ചൈവ തഥാ ചൗശന സംസ്മൃതം വാരുണം കാളികാഖ്യം ച സാമ്പം നന്ദികൃതം ശുഭം സൗരം പാരാശരപ്രോക്തം ആദിത്യം ചാതിവിസ്തരം മാഹേശ്വരം ഭാഗവതം വാസിഷ്ഠം ച സവിസ്തരം ഏതാന്യുപപുരാണാനി കഥിതാനി മഹാത്മഭി. ഹേ മുനിമുഖ്യന്മാരെ, ഉപപുരാണങ്ങൾ ഏതെല്ലാമാണെന്ന് കേട്ടുകൊള്ളൂ. പുരാണങ്ങൾ മാത്രമല്ല കൃത്യമായിട്ടറിയുക, ഉപപുരാണങ്ങളും കൃത്യമായിട്ടറിയും. ഇതിലേതെങ്കിലും ഒരു പുരാണം വിസ്തരിച്ച് രഹസ്യങ്ങളെ മനസ്സിലാക്കി കേട്ടാൽ മതി മോക്ഷത്തിന് എന്ന് സൂതൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇതെല്ലാം സൂതൻ പഠിച്ചു വച്ചിരിക്കുന്നത്? തൻ്റെ അടുത്ത് വ്യത്യസ്തരായിട്ടുള്ളവർ വരും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളോടുകൂടി ആവശ്യങ്ങളോട് കൂടി വരുന്നവർക്ക് ഗംഗ വെള്ളത്തെ ദാനം ചെയ്യുന്നത് പോലെ തൻ്റെ അടുത്തു വരുന്ന വ്യത്യസ്തരായവരെ പരമമായ പദത്തിലേക്ക് എത്തിക്കാനാണ് ഇതൊക്കെ അറിഞ്ഞു വച്ചിരിക്കുന്നത്. ഹേ മുനിമുഖ്യന്മാരെ, ഉപപുരാണങ്ങൾ ഏതെല്ലാമാണെന്നും കേട്ടുകൊള്ളുക. ആദ്യത്തേത് സനൽകുമാരം, നാരസിംഹം, നാരദീയം, ശിവം, ദൗർവാസവം, കാപിലം, മാനവം, ഔശനസം, വാരുണം, കാളികം, സാമ്പം, നന്ദീശ്വരം, സൗരം, പാരാശരം, ആദിത്യം, മാഹേശ്വരം, ഭാഗവതം, വാസിഷ്ഠം. ഇങ്ങനെ 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. ഈ ലിസ്റ്റിൽപ്പെടാത്തത് ഇനിയും വേറെയുണ്ട്. അത്ര വിസ്താരമുള്ളതാണ് ഭാരതീയ സംസ്കൃതി. ഗംഗയെ കുളിച്ചു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഗംഗയുടെ ഒരു ഓരത്ത് മാത്രമേ കുളിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോരത്തു കുളിച്ചാലും നമ്മൾ പറയുക ഗംഗയെ കുളിച്ചു എന്നാണ്. അതേപോലെയാണ് ഭാരതീയ സംസ്കൃതിയെ അറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. 18 പുരാണാനി കൃത്വാ സത്യവതീ സുത ഭാരതാഖ്യാനമതുലം ചക്രേ തതുപബൃംഹിതം. സത്യവതീ പുത്രനായ വ്യാസൻ 18 പുരാണങ്ങളും രചിച്ചതിന് ശേഷം അവയേക്കാൾ വിപുലവും അതുല്യവുമായ ഭാരതമെന്നു പേരുള്ള ഇതിഹാസം നിർമ്മിച്ചു. ഇതൊന്നും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല അത്രേ. അദ്ദേഹം വീണ്ടും മഹാഭാരതം എഴുതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സർഗശക്തി എത്രയുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു 4-5 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞാൽ തീർന്നു ഒരാളുടെ സർഗാത്മകത്വം. പക്ഷെ വ്യാസൻ അങ്ങനെയല്ല, അതിൻ്റെ ഉറവയെ കണ്ടെത്തിയ മഹാത്മാവാണ്. മന്വന്തരേഷു സർവേഷു ദ്വാപരേ യുഗേ പ്രാതുഃകരോതി ധർമാർത്ഥി പുരാണാനി യഥാവിധി. എല്ലാ മന്വന്തരങ്ങളിലും ദ്വാപരയുഗത്തിൽ ധർമാർത്ഥിയായ വ്യാസൻ പുരാണങ്ങൾ യഥാവിധി ചമയ്ക്കുന്നു. എല്ലാ പ്രളയം കഴിഞ്ഞ് ദ്വാപരയുഗം വരുമ്പം അതിൽ വീണ്ടും ഇത് എഴുതും. ദ്വാപരേ വിഷ്ണുർ വ്യാസരൂപേണ സർവദാ വേദമേകം സബഹുധ കുരുതേ ഹിതകാമ്യയ. ദ്വാപരയുഗം തോറും വിഷ്ണു വ്യാസരൂപത്തിൽ അവതരിച്ച് ഒന്നായ വേദത്തെ ലോകഹിതത്തിനായി പലതായി വിഭജിക്കുന്നു. അല്പായുഷോ അല്പബുദ്ധീംശ്ച വിപ്രാൻ ജ്ഞാത്വാ കലാവഥ പുരാണസംഹിതാം പുണ്യാം കുരുതേ സൗ യുഗേ യുഗേ. കലികാലത്ത് ബ്രാഹ്മണർ അല്പായുസ്സുകളും അല്പബുദ്ധികളുമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം യുഗം തോറും പുണ്യപുരാണങ്ങൾ രചിക്കുന്നു. ഇത് മുഴുവൻ ഒരു പുരുഷായുസ് കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റിയേക്കാം, മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. മനസ്സിലാക്കിയാൽ മാത്രം പോരല്ലോ, അതിനെ പ്രവൃത്തിയിലും പരിണമിപ്പിക്കണ്ടേ. പ്രവൃത്തിയിൽ പരിണമിക്കാത്ത ആശയങ്ങൾ ഏട്ടിലെ പശുവിനെ പോലെയാണ്. അത് പുല്ല് തിന്നൂല്ല, പാലോട്ട് തരികയും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പുരാണം തന്നെ വായിച്ച് മനസ്സിലാക്കാൻ സമയത്തിനെടുക്കും. അങ്ങനെ 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, മഹാഭാരതം, അതിൻ്റെ ശേഷഭാഗമായിട്ടുള്ള ഹരിവംശം, വേദങ്ങൾ, ഇതെല്ലാം ഒന്ന് വായിച്ച് തീരണമെങ്കിൽ തന്നെ സമയമെടുക്കും. മനസ്സിലാക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. കാരണം കലിയുഗത്തിൽ അല്പായുസ്സുക്കളാണ്. അതിനാണ് ഇത്രയൊക്കെ വിഭജിച്ചിരിക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാൽ മതി. കടലിലെ വെള്ളം മുഴുവനും കുടിക്കണമെന്നില്ല. കടൽ വെള്ളത്തിൻ്റെ സ്വാദറിയാൻ
അതിൽ നിന്ന് അല്പം എടുത്തൊന്ന് രുചിച്ചു നോക്കിയാൽ മതിയാകും. അതുപോലെ സ്ത്രീ ശൂദ്ര ദ്വിജബന്ധൂനാം ന വേദശ്രവണം മതം തേഷാം ഏവ ഹിതാർത്ഥായ പുരാണാനി കൃതാനി ച. സ്ത്രീകൾ, ശൂദ്രന്മാർ, ബ്രാഹ്മണരിൽ കുറഞ്ഞവർ, ഇവർക്കൊന്നും വേദശ്രവണം വിധിച്ചിട്ടില്ല. ആരാണ് ഈ സ്ത്രീകൾ? സ്ത്രീ സഹജമായ സ്വഭാവങ്ങളോട് കൂടിയവരാണ് സ്ത്രീകൾ. അല്ലാതെ ശരീരത്തിൻ്റെ സവിശേഷതയല്ല ഇത്. ശരീരത്തിൻ്റെ സവിശേഷതയല്ല വ്യാസഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മാ ക്ലൈബ്യം ഗച്ഛ കൗന്ദേയ നൈതത്വയുപപദ്യതേ എന്ന് ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുമ്പോഴാണ്. കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, നീ ഒരു ക്ലീബൻ്റെ അവസ്ഥയെ, ആണും പെണ്ണും കെട്ടവൻ്റെ അവസ്ഥയെ പ്രാപിക്കരുത്. അത് നിനക്ക് ചേർന്നതല്ല. കുറച്ചു മുമ്പായിരുന്നില്ലേ, കുറച്ചു കാലം മുമ്പായിരുന്നില്ലേ വിരാട രാജധാനിയിൽ അർജുനൻ ബൃഹന്നളയായിട്ട് ക്ലീബനായിട്ട് നിന്നിരുന്നത് ഉത്തര രാജകുമാരിയെ നൃത്തം പഠിപ്പിക്കാൻ? അപ്പോൾ ആ വിവരം കൃഷ്ണൻ ഇല്ലായിരുന്നുവോ? കൃഷ്ണൻ അതറിയാമായിരുന്നു. പക്ഷെ കൃഷ്ണൻ ശരീരത്തിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചിട്ടല്ല ആണും പെണ്ണും കെട്ടവരെയും തിരിച്ചിരുന്നത്. അങ്ങനെ ആശ്രയിച്ചിട്ടായിരുന്നില്ല അങ്ങനെ തിരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണവും കൂടിയുണ്ട്. ശിഖണ്ഡിയെ പരിചയപ്പെടുത്തുന്നത് മഹാരഥൻ ആയിട്ടാണ്. അപ്പോൾ ഇത് സ്വഭാവ ഗുണങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. ചിലരോട് നമ്മൾ പറയാറില്ലേ, നിങ്ങളെന്താ, ചില സ്ത്രീകളെ പറ്റി, സ്ത്രീ ശരീരത്തിലിരിക്കുന്ന ജീവന്മാരെ പറ്റി നമ്മൾ പറയും പൗരുഷമുള്ളവരാണെന്ന്, ചിലരെ സ്ത്രൈണതയുള്ളതാണ് എന്ന് പറയും. സ്ത്രീ സഹജമായ ചാബല്യങ്ങളുള്ളവർ സ്ത്രീകൾ, അതാണായാലും പെണ്ണായാലും. അവർക്ക് ശൂദ്രന്മാർ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മനസ്സിലാക്കണമെന്നാഗ്രഹമില്ലാത്തവർക്കും, അവരാണ് ശൂദ്രന്മാർ, അവർക്കും ഇത് ഗുണമാണ്. ബ്രാഹ്മണരിൽ കുറഞ്ഞവർ, വേദങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതീവ കുശാഗ്ര ബുദ്ധിയുള്ളവരായിരിക്കണം. അത്ര ബുദ്ധി ഇല്ലാത്തവർ, കുലത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ പറയുന്നത്, ഗുണകർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്നത്. അത് അങ്ങനെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഇക്കാലത്ത് പ്രസക്തിയില്ല എന്ന് നാം പറയേണ്ടി വരും. സ്ത്രീകൾ, ശൂദ്രന്മാർ, ബ്രാഹ്മണരിൽ കുറഞ്ഞവർ, ഇവർക്കൊന്നും വേദശ്രവണം വിധിച്ചിട്ടുള്ളതല്ല. കാരണം ശ്രവിച്ചാലും മനസ്സിലാവില്ല. ചാഞ്ചല്യമുള്ളവർക്ക്, സേവിക്കുക എന്നുള്ള ആഗ്രഹം മാത്രമുള്ളവർക്ക്, അവർക്കൊന്നും ബുദ്ധിയുടെ സൂക്ഷ്മത കൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേദം പറഞ്ഞിട്ടില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പുരാണങ്ങൾ രചിച്ചിട്ടുള്ളത്. അവർക്ക് ഈ പുരാണങ്ങൾ ഗുണമുണ്ടാവും. എന്താ കാരണം? കഥ കേൾക്കാൻ അവർക്കും ഇഷ്ടമായിരിക്കും. മുനിശ്രേഷ്ഠന്മാർക്കും ശൗനകാദി മുനികൾക്കും മാത്രമല്ല, സ്ത്രീ ശൂദ്രാദികൾക്കു പോലും. സ്ത്രീ ശൂദ്രാദികൾ എന്ന് പറഞ്ഞാൽ ഡെറഗേറ്ററി ആയിട്ടല്ല പറയണത്, അത് ചില സ്വഭാവ സവിശേഷതകളുടെ കൂട്ടായിട്ടാണ് പറയുന്നത്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ളതാണത്. അങ്ങനെയുള്ളവർക്കും കഥ കേൾക്കാനുള്ള താല്പര്യമുണ്ടാകും, അവർക്കും ഇത് ഗുണകരമായിരിക്കും. മന്വന്തരേ സപ്തമേത്ര ശുഭേ വൈവസ്വതാഭിധേ അഷ്ടാവിംശതിമേ പ്രാപ്തേ ദ്വാപരേ മുനിസത്തമാ വ്യാസ സത്യവതീ സൂനു ഗുരുർമേ ധർമ്മവിത്തമ ഏകോനത്രിംശത് സംപ്രാപ്തേ ദ്രൗണിർവ്യാസോ ഭവിഷ്യതി. വൈവസ്വതം എന്നു പേരുള്ള ശുഭമായ 7ാമത്തെ ഈ മന്വന്തരത്തിലെ 28ാമത്തെ ദ്വാപരയുഗത്തിൽ, ഹേ മുനിമാരെ, ധർമ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനും എൻ്റെ ഗുരുവും സത്യവതീപുത്രനുമായ വ്യാസൻ 29ാമത്തെ ദ്വാപരം തുടങ്ങുമ്പോൾ ദ്രൗണിയായി ജനിക്കും. ഇപ്പം അദ്ദേഹത്തിൻ്റെ പേര് സത്യവതീ സൂനു എന്നാണ്. അദ്ദേഹം ഇനി ദ്രൗണിയായിട്ട് ജനിക്കും വരാൻ പോകുന്ന മന്വന്തരത്തിൽ. അതീതാസ്തു തഥാവ്യാസാ സപ്തവിംശതിരേവച പുരാണസംഹിതാ തൈസ്തു കഥിതാസ്തു യുഗേ യുഗേ. അങ്ങനെ 27 വ്യാസന്മാർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 28ാമത്തെ വ്യാസനാണ്. ഇനി 29ാമത്തേത് വരും.
യുഗം തോറും അവർ പുരാണ സംഹിത രചിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും ഏത് മന്വന്തരത്തിൽപ്പെട്ട ഏത് കാലത്തും ഈ പുരാണങ്ങൾ ആനുകാലികമാണ്. അതാണ് ഇതിൻ്റെ മഹത്വം. ആ മഹത്വത്തെപ്പറ്റി വിസ്തരിച്ച് പറയുകയാണ്. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ഒരുപാട് കാലം വ്യത്യസ്ത നാമരൂപങ്ങളോടുകൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് പഴയ കഥ തന്നെയാണ്, പക്ഷേ ഏറ്റവും പുതിയതും ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 27 പ്രാവശ്യം എഴുതപ്പെട്ടതാണ്. അപ്പോൾ അത് പഴയതാവണ്ടേ? അങ്ങനെയല്ല, ഇത് പുതിയതാണ്. എപ്പോഴും ഫ്രഷാണ്, എവർ ഫ്രഷാണ് ഈ കഥകൾ. ഋഷയ